ഹലോ ഗൈസ്, നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് ഇറങ്ങിയാണ്. ഹലോ ഗെയ്സ്, നാളെ കസിൻ്റെ കല്യാണമാണ്. കല്യാണം കൂടാൻ ഇന്നലെ തന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുകര അമ്മ വീട്ടിലാണ് കല്യാണം, മാമയുടെ മോളുടെയാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം വന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ കല്യാണ പെണ്ണിനെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ചെറിയ മാമയുടെ വീട്ടിലാണ്, കല്യാണം നടക്കുന്നത് വലിയ മാമയുടെ വീട്ടിലാണ് ഗെയ്സ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഞാനും കഴിച്ചു. ഉപ്പുമാവും പഴമൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല തിരക്കിലാണ് ഗെയ്സ്. അപ്പോൾ പീലിക്കുട്ടി ഇതാ ഇവിടെ ഇങ്ങനെ ഇന്നലെ വന്നിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചാമ്പയ്ക്കൊക്കെ കൈ കിട്ടിയിട്ടുണ്ട്, അതും പിടിച്ച് നിൽക്കുകയാണ്. ഇതാണ് കല്യാണപ്പെണ്ണിൻ്റെ അനിയൻ, ഇത് വേറൊരു അനിയൻ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. എല്ലാവരും നല്ല ബിസിയാണ് ഗെയ്സ്, ആരും മെയിൻറ്റെയിൻ ഇല്ല. ഇതാണ് ഞങ്ങളുടെ അമ്മായി, ഇതാണ് വേറൊരു അമ്മായി, അതായത് കല്യാണപ്പെണ്ണിൻ്റെ അമ്മ. ഫുൾ ബിസിയാണ് ഗെയ്സ് എല്ലാവരും. അപ്പോൾ ഞാൻ നേരെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മേലൊക്കെ തുടക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ അടുത്ത് തുടയ്ക്കാൻ വരാൻ പറഞ്ഞു, ഞാൻ പോയില്ല ഗെയ്സ്. എൻ്റെ ടീഷർട്ടിൽ കറയുമെന്നൊക്കെ വിചാരിച്ചിട്ട് തിരിച്ചുവേണമെന്നുണ്ടെങ്കിൽ എന്നെ കാണുമ്പോഴേക്കും മുഖമൊക്കെ പൊത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇതുവരെയായിട്ട് നമ്മൾ കളിച്ച് നോക്കിയിട്ട് കൂടെ അല്ല. 2 പ്രോ ഡാൻസേഴ്സ് ഉണ്ട് നമ്മളെ കൂടെ, അവരൊക്കെ ഓൾറെഡി പഠിച്ച് സെറ്റായിട്ടുണ്ട്. ഞാൻ മാത്രം മൊയന്തായിട്ടിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ എന്തായാലും 2 സ്റ്റെപ്പ് ഇടാമെന്ന് വിചാരിച്ചു. എനിക്കാണെന്നുണ്ടെങ്കിൽ വീരനാട്യം മാത്രം കളിച്ചിട്ടാണ് എക്സ്പീരിയൻസ് ഉള്ളൂ. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പിന്നെ അതാ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ കാലിൽ എന്തൊക്കെ കുത്തിയെന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. പീലിക്ക് പിന്നെ ഉണ്ണിനെ കിട്ടിയപ്പോൾ വേറെ ആരെയും വേണ്ട കേട്ടോ. പിന്നെ ഇവിടെ അത് ഇത് അങ്ങനെ കുറേ കമ്പനികളെ കിട്ടിയിരുന്നു. അവൾക്ക് ഇവിടെ വന്നപ്പോൾ കുറേ ആൾക്കാരെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കല്യാണപ്പെണ്ണിൻ്റെ അനിയത്തി ഇണ്ണ. ഇതാണ് ഗെയ്സ് കല്യാണപ്പെണ്ണ്. ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എപ്പോഴാണ് കാണുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് ആൾ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിരുന്നു. മെയിൻ ഡാൻസർ വന്നിട്ടില്ല, നമ്മളെ പഠിപ്പിക്കുന്ന ഡാൻസ് മാസ്റ്റർ വിക്രം ഉണ്ട്, അതിപ്പോൾ വരും. ഇതാണ് ഗെയ്സ് നമ്മളെ ഡാൻസ് പഠിപ്പിക്കുന്ന മെയിൻ ഡാൻസർ. എവിടെ ഇതാ ഇത് ഹർഷരാജ് ഫ്രം കട്ടുപ്പാറ. ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ. ഹലോ ഗൈസ്, നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് ഇറങ്ങിയാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നുമേ അറിയുന്നുണ്ടായിരുന്നില്ല, എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. മെയിൻ ഉണ്ടോ കളിക്കുന്നത്, അത് നോക്കി ഞങ്ങളിങ്ങനെ കളിക്കുക. ഞാൻ മാത്രമാണ് ഗെയ്സ് കുറച്ച് ഫ്ലോപ്പ്, ബാക്കിയുള്ളവരൊക്കെ അടിപൊളിയാണ്, സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം കളിച്ചു. കുഞ്ഞമ്മേണെന്നുണ്ടെങ്കിൽ അവിടെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നുണ്ട് കേട്ടോ, കുട്ടി കരഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും കളിക്കണമെന്നുണ്ട്, പക്ഷേ എന്താ വെച്ചാൽ സ്റ്റെപ്പൊക്കെ അടിപൊളിയാണ്, സെറ്റാണ്. അപ്പോൾ അത് നോക്കി കളിക്കുക എന്നൊക്കെ ഉള്ളത് നോക്കാം നമുക്ക്. നാളെ കല്യാണമാണ്, ഇന്ന് തലേ ദിവസം കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താവോ എന്തോ. കല്യാണത്തിനുള്ളതിനെ കളിച്ചിട്ടില്ല ഗെയ്സ്, ആകെ 6 മിനിറ്റിൻ്റെ ഡാൻസാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. അതാണെന്നുണ്ടെങ്കിൽ തന്നെ പഠിഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കിയൊക്കെ എന്താവോ എന്തോ. അപ്പം പിന്നെ അങ്ങനെ നമ്മൾ കല്യാണപ്പെണ്ണിന് കൊണ്ടുവന്ന ഗോൾഡും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പർച്ചേസിങ്ങിനും കുറച്ച് കാര്യത്തിനും വേണ്ടിയിട്ട് പോവേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കുകയാണ്. ബാക്കി അടുത്ത ബ്ലോഗിൽ. ബൈ.